തിരുവനന്തപുരം പാളയം മാർക്കറ്റ് നവീകരണത്തിന്റെ ഭാഗമായുള്ള ഒഴിപ്പിക്കൽ നടപടി കച്ചവടക്കാരുടെ പ്രതിഷേധത്തിനിടയിലും തുടരുന്നു. കെട്ടിടം പൊളിച്ച് കടകൾ ഒഴിപ്പിക്കുന്ന കോർപ്പറേഷൻ ഉദ്യോഗസ്ഥർക്ക് നേരെയാണ് കച്ചവടക്കാരുടെ പ്രതിഷേധം. പോലീസിന്റെ സഹായത്തോടെയാണ് ഒഴിപ്പിക്കൽ നടപടി പുരോഗമിക്കുന്നത്. സഫാൻ കാളികാവ് തയ്യാറാക്കിയ റിപ്പോർട്ട്. തിരുവനന്തപുരം പാളയം കണ്ണിമാറ മാർക്കറ്റിന്റെ നവീകരണവുമായി ബന്ധപ്പെട്ടുള്ള പോലീസിന്റെയും കോർപ്പറേഷന്റെയും ഒഴിപ്പിക്കൽ നടപടി പുരോഗമിക്കുകയാണ്. ഇതിനെതിരെ വ്യാപാരികളുടെ വലിയ പ്രതിഷേധമാണ് രാവിലെ വരെ ഉണ്ടായത്. വ്യാപാരികൾ പറയുന്നത് നിലവിലുള്ള സ്ഥലത്ത് നിന്ന് താൽക്കാലിക സ്ഥലത്തേക്ക് തങ്ങളെ മാറ്റി സ്ഥാപിക്കുമ്പോൾ അവിടെ കൃത്യമായ അടിസ്ഥാന സൗകര്യങ്ങളില്ല. ഈ ഒരു സാഹചര്യത്തിൽ ഇവിടെ നിന്ന് ഒഴിഞ്ഞു പോകാൻ സാധ്യമല്ല എന്നാണ് വ്യാപാരികൾ പറയുന്നത്. ഇന്ന് ഒഴിപ്പിക്കൽ നടപടി ആരംഭിച്ചതു മുതൽ വ്യാപാരികൾ കട അടച്ച് ഈ ഒഴിപ്പിക്കലിനെതിരെ കൃത്യമായ പ്രതിരോധം തീർത്തിരുന്നു. അതിനെ പോലീസിനെ ഉപയോഗിച്ചാണ് കോർപ്പറേഷന്റെ നേതൃത്വത്തിൽ ഈ ഒരു ഒഴിപ്പിക്കൽ നടപടിയും പൊളിക്കൽ നടപടിയും സ്വീകരിക്കുന്നത്. വ്യാപാരികൾ പറയുന്നത് തങ്ങൾ ഒരിക്കലും വികസനത്തിനെതിരല്ല, പക്ഷേ പ്രത്യേക സാഹചര്യത്തിൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കൃത്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കാത്ത ഈ സാഹചര്യത്തിൽ തങ്ങളെ മാറ്റി സ്ഥാപിക്കാൻ കഴിയില്ല, അതിന് തങ്ങൾ തയ്യാറാവുന്നില്ല എന്നാണ് വ്യാപാരികൾ പറയുന്നത്. ഞങ്ങളുടെ ബലാത്കാരമായിട്ട് പോലീസിനെ ഉപയോഗിച്ച് ഞങ്ങളെ ഇവിടെ നിന്ന് മാറ്റിയിട്ട് ബലാത്കാരമായി പൂട്ടടിച്ചു പൊട്ടി JCB കൊണ്ട് ഇടിക്കുകയാണ് കോർപ്പറേഷൻ സെക്രട്ടറി ചെയ്യുന്നത്. അദ്ദേഹം ഇതുവരെ ഞങ്ങൾ കേസിന് വിധി വന്നതിന് ശേഷം ഇങ്ങോട്ട് തിരിഞ്ഞു പോലും നോക്കിയിട്ടില്ല. ഒരു അധികാരികൾ ഇങ്ങോട്ട് തിരിഞ്ഞു ഈ പൊളിക്കാനല്ലാതെ ഇങ്ങോട്ട് വന്നിട്ടില്ല. ഞങ്ങളുടെ യാതൊരുവിധ സൗകര്യങ്ങളും ചെയ്തു തന്നിട്ടില്ല. ബലാത്കാരമായിട്ട് ഇവിടെ ഒരു JCB രാജാണ്, ബുൾഡോസർ രാജാണ് ഇവിടെ നടക്കുന്നത്. പബ്ലിസിറ്റി ചെയ്തിട്ടില്ല. ഇടിക്കാനുള്ള ടെൻഡർ പോലും അനധികൃതമാണ്. ഇവിടെ പല കാര്യങ്ങളും അനധികൃതമായി സർക്കാർ കൊടുത്തോണ്ടിരിക്കുന്നത്. ഓരോ സ്വകാര്യ വ്യക്തികൾ കയറി ഓരോരോ കടകൾ കെട്ടുകയാണ്. ഇതെല്ലാം പരാതി പറഞ്ഞിട്ട് യാതൊരുവിധ നടപടിയും ഉണ്ടായിട്ടില്ല. എഗ്രിമെന്റ് തരാമെന്നുള്ള വാക്കുണ്ട്. കാരണം ഞങ്ങൾക്ക് അങ്ങോട്ട് മാറ്റിയിട്ട് ഇവിടെ കെട്ടി നമ്മളെ ഇങ്ങോട്ട് പുനരധിവസിക്കാന്നുള്ള എഗ്രിമെന്റ് ഉണ്ട്. അത് ഇതുവരെ തന്നിട്ടില്ല. അതെല്ലാം റെഡിയായിരിക്കണമെന്ന് പറയണമല്ലാതെ ഇതുവരെ തന്നിട്ടില്ല. ഇത് മനഃപൂർവ്വമായിട്ട് കച്ചവടക്കാരെ ദ്രോഹിക്കുന്ന ഒരു പരിപാടിയാണ് ഇപ്പം ചെയ്യണത്. ഒരു വിഭാഗം ആൾക്കാർ ഇതിന്റെ പിൻബലത്തിൽ ബലം പ്രയോഗിച്ചു.